കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഇനി നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിലെ മുൻ മന്ത്രിമാരും MLA-മാരും പ്രമുഖ നേതാക്കളുമെല്ലാം ഇപ്പോൾ BJP-യിലേക്ക് കളം മാറ്റി ചവിട്ടി തുടങ്ങിയിരിക്കുന്നു. മധ്യപ്രദേശിൽ മുൻ മന്ത്രിയും 6 തവണ MLA-യുമായ കോൺഗ്രസ് നേതാവ് രാം നിവാസ് റാവത്ത് BJP-യിൽ ചേർന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഷിവ്പൂരിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു പാർട്ടി പ്രവേശനം. മേയർ ശാരദാ സോളങ്കിയും അദ്ദേഹത്തോടൊപ്പം BJP-യിൽ ചേർന്നു എന്നാണ് റിപ്പോർട്ട്. ദിഗ്വിജയ് സിംഗ് സർക്കാരിൽ മന്ത്രിയായിരുന്ന റാവത്ത് മുൻപ് മധ്യപ്രദേശ് കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റായിരുന്നു. OBC വിഭാഗത്തിലെ പ്രമുഖ നേതാവാണ് രാം നിവാസ് റാവത്ത്. രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നതിനിടെയാണ് മുതിർന്ന നേതാവിന്റെ രാജി. ഷിവ്പൂർ ജില്ലയിലെ വിജയ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം 6 തവണ MLA-യായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൊറേനയിൽ നിന്ന് നരേന്ദ്ര സിംഗ് തോമറിനെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാംബ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് BJP-യിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടായത്. സ്ഥാനാർത്ഥിയായ അക്ഷയ് കാന്തി ഭാമാണ് BJP-യിൽ ചേർന്നത്. BJP MLA രമേശ് മെൻഡോലയ്ക്കൊപ്പം കളക്ടറേറ്റിലെത്തിയാണ് അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ദിവസം പിൻവലിച്ചത്. BJP-ക്കായി സിറ്റിംഗ് MP ശങ്കർ ലാൽവിനിയാണ് ഇൻഡോറിൽ മത്സരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടമായ മെയ് 13-നാണ് ഇവിടെ വോട്ടെടുപ്പ്. 17 വർഷം പഴക്കമുള്ള കേസ് പരാമർശിക്കാത്തതിന് സൂക്ഷ്മ പരിശോധനയിൽ BJP അക്ഷയ് കാന്തി ഭാമിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. എന്നാൽ ജില്ലാ കളക്ടർ എതിർപ്പ് തള്ളുകയും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ചെയ്തു. അതേസമയം കോൺഗ്രസിന്റെ 3 ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുകയും ചെയ്തിരുന്നു. അക്ഷയ് കാന്തി ബാം തനിക്കും മറ്റു BJP നേതാക്കൾക്കുമൊപ്പം വാഹനത്തിലിരിക്കുന്ന ചിത്രം മധ്യപ്രദേശ് മന്ത്രി കൈലാഷ് വിജയവർഗിയ X-ൽ പങ്കുവയ്ക്കുക കൂടി ചെയ്തു. സൂറത്തിലും ഇൻഡോറിലും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയുണ്ടെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സൂറത്ത് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക പൊരുത്തക്കേടുകളുടെ പേരിൽ നിരസിക്കപ്പെട്ടത് BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാൻ വഴിയൊരുക്കി. 1984 മുതൽ സൂറത്ത് ഇൻഡോർ ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചിട്ടില്ലെന്നും എന്നാൽ 2024-ൽ 2 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയായിരുന്നു എന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്.